നമ്മൾ ഇന്നത്തെ വേദഭാഗം ഏതായിരുന്നു നമ്മൾ എവങ്കേലിയം വായിച്ചത്? ഒന്നും കേട്ടില്ല. മാർക്ക് 2 verses 13 to 22 അല്ലേ? അവിടെ എന്താ നമ്മൾ വായിച്ച് കേട്ടത്? നമ്മുടെ പത്രോസിനെ വിളിക്കുന്നതാണ് ആദ്യത്തെ പാട്ട്. സെക്കൻഡ് പാട്ട് എന്ന് പറയുന്നത് തമ്പുരാൻ ഉപവാസത്തെ പറ്റി അവർക്ക് പഠിപ്പിക്കുന്നതാണ്. 2 പാട്ടാണ്. ഫസ്റ്റ് പാട്ടിൽ ലേവി എന്നുണ്ടെങ്കിൽ പീറ്ററിനെ വിളിക്കുന്നു. സെക്കൻഡ് പാട്ട് എന്ന് പറയുന്നത് ഉപവാസത്തെ പറ്റി പറയുന്നു. ലേവിയുടെ വീട്ടിൽ ഇരുന്ന് ലേവിയുടെ ഫാമിലിയിലുള്ളവരുമായിട്ട്, പത്രോസിന്റെ ഫാമിലിയിലുള്ളവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്ന മനുഷ്യരൊക്കെ എന്താണ് ധരിച്ചത്? ഒരു ചുങ്കക്കാരനായ മനുഷ്യനാണ് അവിടെ പറയുന്നത്. ഈ ലേവിയെ കുറിച്ച് പറയുന്നത്, ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടിട്ട് യേശുപുരാൻ അവൻ്റെ ഭവനത്തിലേക്ക് ചെന്നിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവനെ ചുറ്റുമുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യര് എന്താണ് അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഒന്നുമില്ല, വളരെ സിമ്പിൾ ചോദ്യമാണ്. ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ വിളിച്ചെടുക്കുക. അച്ഛൻ എന്തിനാ അത് പറഞ്ഞത്? അച്ഛനാ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കത്തില്ല. നമ്മൾ എന്നോട് ഡയറക്റ്റ് ചോദിക്കത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഞാനുമായിട്ട് പള്ളിയാണെങ്കിൽ പള്ളിയുടെ ഒഫീഷ്യലായിട്ട് നിൽക്കുന്നവരോടൊക്കെ ചോദിക്കും, വിളിച്ച് അച്ഛൻ ഇന്ന് എന്തോ ഉദ്ദേശത്തിലാണ് ഇന്ന് അങ്ങനെ ഒരു കമന്റ് ചെയ്തത്. അതേപോലെ ഒരു കാര്യം ഇവിടെയും സംഭവിക്കുന്നത്. ലേവിയുടെ വീട്ടിലിരുന്ന് ലേവിയുടെ ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ശിഷ്യന്മാരോട്, അവിടെ കാണുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇവന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം ഞങ്ങളാരും ഇങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരു ചുങ്കക്കാരനായ മനുഷ്യനായിട്ട് അടുത്ത് പോവുക, അവരോട് ഇരുന്ന് സംസാരിക്കുക, അവരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പുതിയ അറിവാണ്. യേശുപുരാൻ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അതിനൊരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ പറയുകയാണ്, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെയും കൊണ്ട് ആവശ്യമില്ലല്ലോ. കാരണം ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും എല്ലാം പെർഫെക്റ്റാണ്. അവർക്കിനിയും പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ അങ്ങനെ ധരിക്കുന്നവരുണ്ടല്ലേ. അച്ഛനോ കൊച്ചച്ഛനോ അല്ലെങ്കിൽ വലിയച്ഛനോ അല്ലെങ്കിൽ എത്രാച്ഛനോ ബാവയോ ഇതൊന്നും വേണ്ട, ഞങ്ങൾ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലരെങ്കിലും ധരിക്കാറുണ്ട്. ഇവിടെ പറയാണ്, നിങ്ങളെ ഒന്നും ഉദ്ദേശിച്ച് ഞാൻ വന്നതല്ല, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? പാപികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെയാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടുതലായിട്ട് കൂടുന്നത്, അവരോടൊപ്പം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കൂടുതലായിട്ട് നിലനിർത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ? അവരുടെ ഒരു പെർഫെക്ഷന് വേണ്ടിയാണ്. അപ്പം അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. ഈ ടാക്സ് കളക്ടർ മാത്രമല്ലല്ലോ, അല്ലേ? വേശ്യയായ സ്ത്രീയുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഡൗൺ റോഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അവിടെയുണ്ട്. സത്യത്തിൽ ഇതാണല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്. ഞാൻ നിന്നെ എന്തിനു വേണ്ടി വിളിച്ചടിപ്പിച്ചിരിക്കുന്നു, ഞാൻ നീ എന്നെ എന്തിനനുഗമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് നമുക്കിപ്പം പല രീതിയിൽ പറയാൻ പറ്റും. ഇതിപ്പം ഈ വേദപുസ്തകത്തിൽ ചുങ്കക്കാരും അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേരുകളെ പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കൂടുതൽ പേരെ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയൊരു വിഷയമാണല്ലോ ഈ സ്ട്രെസ് മാനേജ്മെന്റ്, അല്ലേ? വരുന്ന സ്ട്രെസ്സിനെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. അത്
അതല്ല, നമുക്ക് സ്ട്രെസ് കൂടി കഴിയുമ്പോൾ മനുഷ്യന് സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഡിസപ്പോയിൻമെന്റ് എന്ന് പറയും, അല്ലേ? എല്ലാം നിരാശയിലേക്ക് പോവുകയാണ്. പിന്നെ എന്താ മുന്നോട്ട് ചെയ്യേണ്ടത്? നിരാശ കൂടി കഴിയുമ്പോൾ എന്താ മനുഷ്യന് പറ്റുന്നത്? കൊളാപ്സ് ആവും. മനുഷ്യൻ ഏതാണ്ടൊക്കെ അവസ്ഥയിലെത്തിത്തീരും. പക്ഷെ ഇവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു ദേവാലയത്തിലേക്ക് വരുന്ന ഒരാൾക്ക് അങ്ങനെയുള്ളൊരു സിംറ്റം നമുക്ക് തോന്നിയാൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവാം ചിലപ്പോൾ സംഭവിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളവർക്കാവാം. അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയും എല്ലാം അതായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണ് വേദോസ്തവം പഠിപ്പിക്കുന്നത്. അത് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ഈ സ്നേഹം എന്ന് പറയുന്നത്, മുമ്പ് പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ തന്നെ ദൈവതമ്പുരാൻ എന്തോരം ആൾക്കാരെയാണ് കൂട്ടുപിടിച്ചത്, ഒരൊറ്റ വാക്കിൽ. അത് ക്രിസ്തുവിന് ശേഷം ലോകം മുഴുവൻ പോയി എന്നുള്ളതാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു മദർ തെരേസയോ ഒരു പരിമല തിരുമേനിയോ അല്ലെങ്കിൽ ഒരു അലോറിസ് തിരുമേനിയോ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയല്ല, ലോകം മുഴുവൻ ഇതങ്ങ് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ സ്നേഹം ഇങ്ങനെ സ്പാർക്ക് ചെയ്ത് കത്തി 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 എന്നിൽ നിന്ന് വേറൊരാൾക്ക് പോയി, വേറൊരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോയി, ഇതിങ്ങനെ കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ലോകം മുഴുവൻ കിടന്ന് കറങ്ങുകയാണ്. ഒരൊറ്റ വാക്കിലാണ് ലവ്, സ്നേഹം, ഒറ്റ വാക്കാണ്. അത് സത്യത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. ആ വാക്കിനെ ശരിക്കും ഡിഫൈൻ ചെയ്ത് അവനവന്റെ ലൈഫിൽ അത് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമുക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ ചിലർക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെന്ന് പറയും. ചില മാതാപിതാക്കളെ കുറിച്ച് ഈ കുട്ടികളൊക്കെ വന്ന് പറയും, എൻ്റെ അപ്പനും അമ്മയും ഒന്നും ഞങ്ങളോട് ഒരു സ്നേഹം കാണിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങളൊക്കെ, ഞാനിത് കുറച്ചുകൂടി കാണുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലല്ല. നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ പെർസെൻറ്റേജ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ നോർത്ത് ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയിലൊന്നും ഒരു രീതിയിലും ഈ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം അവർ പകർന്നു കൊടുക്കുന്നത്. എല്ലാം പൈസയുടെ മേലുള്ള പരിപാടികൾക്ക്. ബിസിനസ്സുകാരാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് ഒരു ബിസിനസ്, കുട്ടികൾ എതിർത്ത് പോകുന്നു, അവൻ ചോദിക്കുമ്പോൾ പൈസ എടുത്ത് കൈ കൊടുക്കും, യുഗോ. സ്കൂളിൽ പോകണമെങ്കിലും ഒരു 500-1000 രൂപ കൊടുത്തിട്ട് പറയും, നീ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കും വൈകിട്ട് വന്ന് കഴിച്ചിട്ട് വന്നാൽ മതി. കാരണം രാവിലെ പോകുന്ന പേരൻസ് മിക്കവാറും രാത്രി 10 മണിക്കായിരിക്കും ഷോപ്പ് അടച്ചിട്ട് തിരിച്ചു ചെല്ലുന്നത്. ചില പേരൻസിനോട് നമ്മൾ ചോദിക്കാൻ ചേരാൻ പറയാം, അച്ഛൻ ഞങ്ങൾക്ക് ഇത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, പിന്നെ എന്തിനാ ഈ സാധനം കൊണ്ട് നടക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പ്രകടിപ്പിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്കൊക്കെ പറയുന്നില്ല, ഞാനുൾപ്പെടെ. എൻ്റെ 2 പിള്ളേരെയും ഞാൻ ശരിക്കും എൻ്റെ മുഴുവൻ പിന്നെ എന്തെങ്കിലും വികാരവും ചിലപ്പം ഈ ദേഷ്യവും തീർക്കുന്ന ചിലപ്പോൾ അവരുടെ പുറത്തായിരിക്കും. പക്ഷെ അത് ഒരു 5 മിനിറ്റത്തേക്കോ ഒരു 10 മിനിറ്റത്തേക്കോ അല്ലെങ്കിൽ 1 അവറിലേക്കോ ഉള്ള ഒരു ചെറിയ ഫിനോമിനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളവരെ ചേർത്ത് പിടിക്കണമല്ലോ. കാരണം അവര് നമ്മളെ മാത്രം കണ്ടിട്ടല്ലേ ജീവിക്കുന്നത്, അവര് വേറെ ആരെ കാണുന്നില്ലേ? തമ്പുരാൻ നമുക്ക് നൽകുന്ന സ്നേഹത്തെ അതൊന്ന് വിവേചിച്ച് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളത്, അത് എത്രമാത്രം നമ്മൾ, ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു ശരിയായ സെൻസിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നു നമുക്ക് അറിയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോഴും ഒരു മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ സമയത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകുമെങ്കിലും ആ സ്നേഹം എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ തക്കവണ്ണം നമ്മളങ്ങോട്ട്, നമ്മുടെ ഉണ്ട് സാധനം, പക്ഷെ നമ്മുടെ സമയം ചിലപ്പോൾ അനുവദിക്കത്തില്ല, അല്ലേ? ചിലരുടെ പ്രശ്നം എന്തുവാ, രാവിലെ മുതൽ ജോലി ചെയ്തു വൈകിട്ട് വരെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നു. ചിലര് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചില പ്രയാസമൊക്കെ ഉള്ള വീടുകളിലേക്ക് ഓടിയെത്തുന്ന ചില ഫാമിലികളെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ്. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഭയങ്കര തിരക്കുള്ള ലൈഫായിരിക്കും, പക്ഷെ ഓടി ചിലപ്പോൾ ഒരു 10 മിനിറ്റേക്ക് ഓടി വന്ന് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നു ഒരു ഫാമിലിയിൽ, ഒരാളുടെ സങ്കടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ചിലപ്പോൾ ചില ഫാമിലി കണ്ടിട്ടുണ്ട് ഓടി. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലത്? സ്നേഹം, അല്ലേ? ഞാൻ അവരുമായിട്ടുള്ള ആ സ്നേഹം. ഞാനത് പറയുന്നത്, ഇത് പല കുടുംബത്തിലും പല വ്യക്തികൾക്കും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ സാധനം അപ്ലൈ ചെയ്യണ്ടല്ലേ ഇതൊരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ നിങ്ങളുടെ ഈ സമ്പത്ത് തന്നിട്ടുണ്ട്, സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്താലല്ലേ അത് വളരും, അല്ലേ? നിങ്ങൾ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നു,
നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ മന്ത്ലി ഇൻകം ഒക്കെ തരുന്നു. ഈ ഇൻകം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലോ പിന്നീട് ഇത് പിന്നെ 10 വർഷമോ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഒന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ ദൈവമേ അന്ന് ഞാൻ 1 മില്യൺ ആയിരുന്നല്ലോ ഇൻവെസ്റ്റ് ചെയ്തത്, ഇന്നത് 3 മില്യൺ അല്ലെങ്കിൽ 4 മില്യൺ 5 മില്യൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തല്ലോ നമുക്ക് തോന്നുന്നത്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. ദ ലവ് എന്ന് പറയുന്ന സാധനം അത് ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇന്നത്തെ ഭേദഭാവം അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്നും ഉദ്ദേശിച്ചല്ല വന്നിരിക്കുന്നത്, ഞാൻ രോഗമുള്ള, പാപം കൊണ്ട് രോഗമുള്ള ഒത്തിരി മനുഷ്യരുണ്ട് ഇവിടെ. അതൊരു പഴയകാലത്തെ ടീച്ചിങ്ങാണ് അല്ലേ? രോഗത്തിന്റെ റീസൺ പാപമാണ്. നമുക്കൊരു അസുഖം ഉണ്ടായാൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് സിന്നാണ് എന്ന് പഠിപ്പിക്കുന്നത് ഒരു പഴയകാല ടീച്ചിങ്ങാണ്, പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ്ങാണ്. ഞാൻ നിങ്ങളെ ഒന്നും ഉദ്ദേശിച്ചല്ല, ഇങ്ങനെ കുറെ മനുഷ്യരും നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ നീട്ടുന്നൊന്നുമില്ല. കാരണം പറയാൻ പറഞ്ഞതിന് മേളിൽ ഇനി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇന്നത്തെ വേഗഭാഗം നമുക്ക് പറയാൻ സാധിക്കാഞ്ഞത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനൊക്കെ കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. പലർക്കും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് കാര്യം പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് നാഗ്പൂരിൽ ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് ഒരു കത്തീഡ്രൽ പള്ളിയുണ്ട് സിറ്റിക്കകത്ത്. ഞങ്ങൾ സിറ്റിയിൽ നിന്ന് വിട്ട സെമിനാരി. അപ്പോൾ അവിടെ എയർഫോഴ്സ് ആണെന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യുന്നത്. അവിടെ ഞായറാഴ്ചത്തെ ഒരു ഡ്യൂട്ടിയെ പറ്റി ഞാൻ നിങ്ങളോട് ആരാണ്ടോട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സതീഷ് ഭായി കണ്ടു. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അവരെല്ലാം ഈ 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ഒരു സൺഡേയാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പള്ളിയിലെ പ്രായമായിട്ടുള്ള അവർക്ക് ആൾക്കാർ ധാരാളം പേരുണ്ട്. അവർക്ക് എന്ത് ആവശ്യമാണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ള. ചിലർക്ക് മെഡിസിൻ ആവശ്യം കാണും, അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പ് മേടിച്ചുകൊണ്ട് പോയി മെഡിസിൻ മേടിച്ചുകൊണ്ട് കൊടുക്കും. ചിലർക്ക് അന്നത്തെ കാലത്ത് നമ്മൾ ഈ ഇലക്ട്രോണിക് ടിക്കറ്റാണ്, നമ്മൾ പോയി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം, റെയിൽവേ ടിക്കറ്റൊക്കെ. ഇന്നത്തെ പോലെ മൊബൈൽ ആപ്പ് വഴിയൊന്നും എടുക്കാനൊക്കത്തില്ല. അപ്പം അങ്ങനെ ടിക്കറ്റ്, ഇപ്പം ഈ നാഗ്പൂരിലുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ പോകുന്നവരാണ്, ഇവർക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുക. ഇവരുടെ ഡ്യൂട്ടി വൈകിട്ട് വരെ അവർ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ആയിരിക്കും അവിടെ, ഹസ്ബൻഡും വൈഫോട് ഒരുമിച്ച്. ഞാൻ പറയാം, നമ്മളെ കൊണ്ട് നമുക്കറിയത്തില്ല ഏതൊക്കെ മേഖലകളിലാണ്. നമുക്ക് ഒത്തിരി മേഖലകൾ ചെയ്യാനും ചെയ്തു തീർക്കാനും ഇനിയും ഉണ്ട്, മുന്നിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഇതെന്താ, എവിടെ തുടങ്ങണം. പക്ഷെ നമ്മളെപ്പോഴും ഒരു ഫാമിലിക്കുള്ളിൽ ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ നിൽക്കും എപ്പോഴും അല്ലേ, ഞാനും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, അപ്പുറത്തോട്ടൊക്കെ നമ്മുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് മാർഗങ്ങളുമുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഒരുപോലെ കാണുമെന്നൊക്കെ നമ്മളെങ്കിലും സാധിക്കണം, എല്ലാ മനുഷ്യരെയും. അത് ഇന്നാരോട് കൂടുതൽ സ്നേഹമൊന്നോ ഇന്നാരോട് കുറച്ച് സ്നേഹമൊന്നുമില്ല. മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും ഒരുപോലെ കൂടുതൽ സ്നേഹമൊക്കെ ചിലരോടൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു റാപ്പോയുടെ ബേസിൽ അല്ലേ, എനിക്കും ആശിഷ് ഭായിക്കും തമ്മിലൊരു നല്ല റാപ്പോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കാണുകയും ചിലപ്പോൾ കൂടുതൽ സമയം ചിലപ്പോൾ സംസാരിക്കുകയും ചെയ്തിരിക്കും. പക്ഷേ ആവശ്യങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാവരോടും ഒരേപോലെ സ്നേഹിക്കുവാനും കരുതുവാനും നമ്മൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ പല ഫാമിലിയെയും പല സന്ദർഭങ്ങളിലും പല വീടുകളിലും വെച്ച് നമുക്ക് കാണാൻ തക്കണം. അവരുടെ നീഡിനാണല്ലോ നമ്മുടെ ആവശ്യം. എല്ലാം തികഞ്ഞവർക്ക് നമ്മുടെ കൊണ്ട് ആവശ്യമുണ്ടോ? ഒരിക്കലില്ല. പക്ഷേ ചില മനുഷ്യർക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മളെ ആവശ്യം ഉണ്ടാകും. ആ ആവശ്യത്തിൽ നമ്മൾ പോകാൻ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് പറയണമെന്നൊന്നുമില്ല, പറയുവാനില്ല. എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്കിങ്ങനെ ഒരു സങ്കടമുണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പം അവരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഫേസിൽ നിന്ന് പോലും നമ്മളെ റീഡ് ചെയ്തെടുക്കും അല്ലേ. അവർക്ക് ഇച്ചിരി സങ്കടമുണ്ട്, അവർക്ക് ഇച്ചിരി പ്രയാസമുണ്ട്, അവരെന്തോ പറ്റി, അല്ലെങ്കിൽ ഒരാഴ്ച പള്ളിയിൽ കണ്ടില്ല. ഒരു ഞായറാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരാളെ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് വിളിച്ചു ചോദിക്കല്ലേ, വിളിച്ചിട്ട് എന്നാ കണ്ടില്ലല്ലോ, ഇന്ന് എവിടെ പോയി, എന്നാ പറ്റി എന്ന് ചോദിക്കാം. അപ്പം നമുക്കങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് ബാധകമാണ് അല്ലെന്നല്ല.
നിങ്ങൾക്ക് മാത്രം അതുപോലെ നമ്മൾ ചൂണ്ടുമ്പോൾ രണ്ട് സൈഡിലോട്ട് ചൂണ്ടണമല്ലോ. നിങ്ങളെ മാത്രമല്ല ഇത് എന്നെ കൂടി ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. കുറേയൊക്കെ പരിശ്രമിക്കാറുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.